ഹായ് നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നേ ദിവസം ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. മറ്റൊന്നുമല്ല, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂലി എന്ന ചിത്രത്തിൻ്റെ വലിയ ഒരു നിരാശാജനകമായ പ്രകടനത്തിന് ശേഷം വിജയമാണോ എന്ന് ചോദിച്ചാൽ വിജയമാണോ എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു സിനിമ, എന്നാൽ അത്യാവശ്യം കളക്ഷൻ നേടിയിട്ടുള്ള സിനിമ. പക്ഷേ എന്തുകൊണ്ടോ ആ സിനിമ വേണ്ടത്ര രീതിയിൽ ആളുകളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഒന്നുമല്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയൊരു പോസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലേട്ടനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ളതാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ നമ്മുടെ സ്വന്തം ലാലേട്ടനെ വളരെയധികം വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് അഭിനന്ദിക്കുന്ന രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാറിനെ നമുക്കവിടെ കാണാം. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു അപ്ഡേഷനും കൂടെ തന്നെ വന്നിരുന്നു. നമുക്കറിയാം ജൂൺ 12-ാം തീയതിക്കായിട്ട് ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ റിലീസിങ്ങിന് ഒരുങ്ങുകയാണ്. വരുന്ന ജൂൺ 12, 2026 ജൂൺ 12-ന് ആ സിനിമ നിങ്ങളെ കാണാനെത്തുകയാണ്. മറ്റൊന്നുമല്ല, മുത്തുവേൽ പാണ്ഡ്യൻ IPS ജയിലർ അദ്ദേഹം നമ്മളെ കാണാനെത്തുകയാണ്. മുത്തുവേൽ പാണ്ഡ്യൻ IPS എന്നാണോ എന്നെങ്കിൽ അറിഞ്ഞുകൂടാ, ജയിലർ അദ്ദേഹം കടന്നു വരികയാണ്. നമ്മുടെ രണ്ടാം ഭാഗം ജയിലർ 2 എന്ന പേരിലുള്ള രണ്ടാം ഭാഗം, അതിലിപ്പോൾ ലാലേട്ടൻ ഉണ്ടെന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ഭാഗത്തിലെല്ലാവരും ഈ സിനിമയിൽ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ പുതിയ താരങ്ങളും പുതിയ ക്യാമിയോസും ഒക്കെ സിനിമയിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഏതായാലും വളരെയധികം ഗൃഹപാഠം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ നെൽസൺ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടീസർ ലോഞ്ചൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ട്രെയിലറും ഒക്കെ വലിയ രീതിയിൽ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് പ്രതീക്ഷിക്കുകയാണ്. ഒരുപക്ഷെ ജനുവരിയിലൊക്കെ ആയിട്ട് ചിത്രത്തിൻ്റെ റിലീസ് അനൗൺസ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം അതിൻ്റെ എല്ലാ തരത്തിലുള്ള വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത വർഷം പകുതിയോടുകൂടി, അതായത് ജൂൺ 12-ന് നമ്മളെ കാത്തിരിക്കുന്ന ആ തിയേറ്റർ വിസ്ഫോടനം എന്താണെന്ന് നമുക്ക് കാത്തിരിക്കുക തന്നെ വേണം. കാരണം അറിഞ്ഞുകൂടാ എന്താവും എങ്ങനെയായിരിക്കും എന്നൊക്കെ. കാരണം കൂലി പോലെ നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ കൂലിയേക്കാൾ മുകളിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ജയിലർ 2. കാരണം ജയിലർ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിട്ട് വിക്രം എന്ന സിനിമ തന്നെയാണ് സൂപ്പർ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ജയിലർ. പക്ഷേ ജയിലർ വളരെ രസകരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സിനിമയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നെൽസണിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു ഐറ്റമായിരുന്നു ജയിലർ എന്ന സിനിമയിൽ നമ്മൾ കണ്ടത്. പക്ക കോമഡി പോലെ പോകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനും പ്രതീക്ഷിക്കാത്തതെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതാണ്. സൂപ്പർ സ്റ്റാറിൻ്റെ പടങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു സംഭവം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല, ഇതിൽ നമുക്കൊരു വിധം ലോജിക്കലി നമുക്ക് ആളുടെ ഫൈറ്റ് സീനുകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിലങ്ങനെ പറന്നടിക്കുന്ന